അപ്പോൾ മഹാനായ സി എം വലിയുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് ആ മഹാന്റെ മുമ്പിൽ ചെന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞൊരു സമയവും തന്നെ നമ്മുടെ മഹാന്മാരായ ആളുകൾ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പരിഹാരം മഹാനവർ നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല, മരണസമയത്തും ആ മഹാന്മാരുടെ നെളുറ് ഇൽത്തിഫാത്ത് നമ്മുടെ നേരെ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതാണ് ഞാൻ തോന്നുന്നു. അപ്പോൾ മരിച്ചാൽ എല്ലാം നശിച്ചു, അത് ജാഹിലിയാക്കളുടെ വിശ്വാസമാണ്. മണ്ണായിപ്പോയി, ഇനി രണ്ടാമത്തെ ഒരു പുനർജന്മം തന്നെ ഇല്ല എന്നവർ പറഞ്ഞു. അത് തികച്ചും ജാഹിലിയാക്കളുടെ വിശ്വാസമാണ്. മഹാന്മാരുടെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. മഹാന്മാർ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ ഇനി അവരെ ജീവിതം തുടങ്ങുകയാണ്. അവരെ കറാമത്തുകളും മഹത്വങ്ങളും വർദ്ധിച്ചു വരികയാണ്. അവരെ പവർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതൊക്കെ അവിടെ ആ സൂറത്ത് യാസീൻ്റെ ബാക്കിയിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ മഹാന്മാരായ ഔലിയാക്കളുടെ പ്രവർത്തനം അവരെ ഹയാത്ത് കാലത്ത് മാത്രമല്ല, മരണത്തിന് ശേഷവും ആ പ്രവർത്തനം ഇവിടെ തുടരുന്നുണ്ട്. നോക്കി നിങ്ങൾ സൂറത്ത് യാസീൻ ഓർമ്മപ്പെടുത്തുന്നത് ഖീല ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറുന്നു. ഈ ഖബർ നിങ്ങൾക്ക് സ്വർഗമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. ഇനി വിഷമങ്ങളില്ല, സുഖമായ ജീവിതം. ഉദ്ഖുലിൽ ജന്ന. ആ സമയത്ത് നോക്കി നിങ്ങൾ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ഹബീബ് നജാർ പറഞ്ഞതെന്താ? യാലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുഖറബീൻ. ഹബീബ് നജാറിൻ്റെ ചിന്ത പോയത് തൻ്റെ നാട്ടിലേക്കാണ്. മരണപ്പെട്ടു പോയി, ഖബറിൽ മറവ് ചെയ്തു. ആ കുറച്ച് ജീവിതം ഹബീബ് നജാറിന് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തു. ആ സമയത്ത് ഹബീബ് നജാറിൻ്റെ ചിന്ത പോയത് അങ്ങോട്ടാ? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. എൻ്റെ ആളുകൾ എനിക്ക് കിട്ടിയ ഗുണം അറിയുമായിരുന്നെങ്കിൽ എൻ്റെ പാത അവർ സ്വീകരിക്കുമായിരുന്നല്ലോ. നോക്കണം നിങ്ങൾ. അപ്പോൾ മഹാനായ സി എം വലിയുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് ആ മഹാന്റെ മുമ്പിൽ ചെന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞൊരു സമയവും തന്നെ നമ്മുടെ മഹാന്മാരായ ആളുകൾ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പരിഹാരം മഹാനവർ നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല, മരണസമയത്തും ആ മഹാന്മാരുടെ നെളുറ് ഇൽത്തിഫാത്ത് നമ്മുടെ നേരെ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതാണ് ഞാൻ തോന്നുന്നു. അപ്പോൾ മരിച്ചാൽ എല്ലാം നശിച്ചു, അത് ജാഹിലിയാക്കളുടെ വിശ്വാസമാണ്. മണ്ണായിപ്പോയി, ഇനി രണ്ടാമത്തെ ഒരു പുനർജന്മം തന്നെ ഇല്ല എന്നവർ പറഞ്ഞു. അത് തികച്ചും ജാഹിലിയാക്കളുടെ വിശ്വാസമാണ്. മഹാന്മാരുടെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. മഹാന്മാർ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ ഇനി അവരെ ജീവിതം തുടങ്ങുകയാണ്. അവരെ കറാമത്തുകളും മഹത്വങ്ങളും വർദ്ധിച്ചു വരികയാണ്. അവരെ പവർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതൊക്കെ അവിടെ ആ സൂറത്ത് യാസീൻ്റെ ബാക്കിയിൽ അല്ലാഹു പറയുന്നുണ്ട്. യാലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുഖറബീൻ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ന്യൂനതകളൊക്കെ അല്ലാഹു തആല എനിക്ക് പുറത്തു തന്നു. ഏത് മനുഷ്യനും ഉണ്ടാകാലോ പോരായ്മകൾ. മാത്രമല്ല ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുഖറബീൻ, കറാമത്തുള്ളവരുടെ പട്ടികയിൽ എന്ന് അല്ലാഹു ചേർത്തു. അവ കറാമത്തുള്ള ഔലിയാക്കൾ ധാരാളം ഈ ലോകത്തുണ്ടെന്നും ആ കറാമത്തുള്ള ആളുകളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഹബീബ് നജാർ എന്നും ഓർമ്മപ്പെടുത്തുന്നതിനോട് കൂടെ തൻ്റെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത, ആ മരണപ്പെട്ട് ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ഹബീബ് നജാർ ഉണ്ട് എന്ന് ഈ സൂറത്ത് യാസീൻ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ഔലിയാക്കളുടെ കഥ അതാണ്ടാണ് ഈ കാരണം മുഹിബ്ബീങ്ങൾ മുഴുവനും വീട് ഒരുമിച്ച് കൂട്ടി അവരവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ,
അല്ലാഹു തആല നമുക്ക് പരിഹരിച്ചു തരേണ്ട ഒരു മാർഗമായി ഈ ഇജ്തിമാഉം ഈ സിയാറത്തും ഈ നൽകുന്ന സ്വതക്കയും ഈ ഖുർആൻ പാരായണവും ഈ പ്രാർത്ഥനയും എല്ലാം അതിൻ്റെ ഒരു മാർഗങ്ങളാണ്. അതുകൊണ്ട് അവർ വഫാത്തായാലും ആ മഹത്വം തുടരുമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് യാസീനിൽ ആ കറാമത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞു. അൻസൽനാ അലാ ഖൗമിഹിം ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ വഇലാഹും ഖാമിദൂൻ. മലായിക്കത്തിനൊന്നും ഇറക്കേണ്ടി വന്നിട്ടില്ല. ഒരൊറ്റ ശബ്ദം, ആ ശബ്ദം കൊണ്ട് ആ ഹബീബുൻ നജ്ജാറിൻ്റെ ശത്രുക്കളെ അല്ലാഹു തആല പരിപൂർണമായും കീഴ്പ്പെടുത്തി കളഞ്ഞു. അല്ലെങ്കിൽ കെട്ടുപോയ വിളക്കുകളെ പോലെ അസ്തമിച്ചു പോയി എന്ന് അവിടെ തന്നെ സൂറത്ത് യാസീൻ തുടരുന്നുണ്ട്. അപ്പോൾ മഹാന്മാരെ ഔലിയാക്കളെ പ്രവർത്തനം അവരെ ഹയാത്ത് കാലത്ത് മാത്രമല്ല, മരണത്തിന് ശേഷവും ആ പ്രവർത്തനം ഇവിടെ തുടരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ മുഹിബീങ്ങളാണ് ഈ ഒരുമിച്ച് കൂടിയത് മുഴുവനും. അതുകൊണ്ടാണ് മഹാന്മാർ നേരം പുലരുന്ന മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഖുർആൻ ഓതാനും യാസീൻ ഓതാനും ദുആർക്കാനും പ്രാർത്ഥിക്കാനും സദഖ ചെയ്യാനും ദീനിയ ഖിദ്മത്ത് നടത്താനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളെ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.